ഹായ് ഡിയേഴ്സ്, നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചൈനീസ് ബോൾസത്തിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടു കാണും അല്ലേ. 29 രൂപയ്ക്ക് നമ്മൾ തരുന്ന ഈ ചൈനീസ് ബോൾസത്തിൻ്റെ പ്ലാന്റ്സിൻ്റെ സൈസ് ഒന്ന് കറക്റ്റായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ കുറേ പേർക്ക് സംശയമുള്ളൊരു കാര്യമാണ് ഈ പ്ലാന്റിൻ്റെ കളേഴ്സ് എങ്ങനെയാണ് വരുന്നത്, ഇതിൻ്റെ സൈസ് എങ്ങനെയാണ് വരുന്നത്, അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് നടേണ്ടതെന്നൊക്കെ നമ്മൾ വീഡിയോയിൽ കറക്റ്റായിട്ട് പറയാറുണ്ട് കേട്ടോ. ഒരുവിധം എല്ലാ വീഡിയോസിലും നമ്മൾ പറയാറുണ്ട് ഇതെങ്ങനെയാണ് നടേണ്ടതെന്നുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ എല്ലാവരും ശ്രമിക്കണേ. പിന്നെ ഇതാ ഈ ഇലേൻ്റെ ഓരോന്നിൻ്റെയും വ്യത്യാസം കണ്ടോ. ഇത് നോക്കിയാണ് നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത്. ജിഫി ബാഗിലായതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഫ്ലവേഴ്സൊന്നും എല്ലാത്തിലും ഒന്നും അധികം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ആയാൽ തന്നെ അത് പെട്ടെന്ന് തന്നെ പൊഴിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇലകളിലെ വ്യത്യാസം നോക്കിയിട്ടാണ് പ്ലാന്റ്സ് എടുത്ത് അയച്ചു തരുന്നത്. പിന്നെ ചൈനീസ് ബോൾസം കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതിൻ്റെ പ്ലാന്റ് പോട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ഒരു ശ്രദ്ധ കൂടുതൽ കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഫംഗസ്, നമ്മുടെ പോട്ടി മിക്സിൽ ഫംഗസ് ഉണ്ടെങ്കിൽ പ്ലാന്റിൻ്റെ റൂട്ടൊക്കെ പെട്ടെന്ന് നശിച്ചു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന ഒരു പോട്ടി മിക്സിൽ ഈ പ്ലാന്റ് നടുക. നല്ല ചരലുള്ള മണ്ണാണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഡ്രൈ ആയിട്ടുള്ളൊരു വളം നടുമ്പോൾ വേണമെങ്കിൽ മിക്സ് ചെയ്യാം. ചിലർ പറയാറുണ്ട് ഇത് നടുമ്പോൾ വളം ഇട്ട് കഴിഞ്ഞാൽ പ്ലാന്റ് നശിച്ചു പോകുമെന്ന്. പക്ഷെ നമ്മളിവിടെ നടുന്ന ഒപ്പം തന്നെ വളം ഇടാറുമുണ്ട്. ആ നശിച്ചു പോകാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചാണകപ്പൊടി പോലെയുള്ള വളങ്ങൾ ഇടുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ പൂപ്പലുണ്ടാവും. ഈ പൂപ്പലുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നശിച്ചു പോകും. അതുകൊണ്ട് നന്നായിട്ട് വെയിലത്തിട്ട് ഉണക്കി പൊടിച്ച ചാണകപ്പൊടി ആണെങ്കിൽ മാത്രം ചാണകപ്പൊടി ഇട്ടാൽ മതി. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന വളങ്ങളാണെങ്കിലും ചേർത്താൽ മതി കേട്ടോ. പിന്നെ നമ്മളിടുന്ന വളങ്ങൾ വളരെ കുറച്ച് മാത്രം മതി. ഇത് സെൻസിറ്റീവ് പ്ലാന്റ് ആണെന്ന് പറഞ്ഞല്ലോ, വളത്തിൻ്റെ അളവ് കൂടിയാലും ചെടികൾ പോകും. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം വളങ്ങൾ ഇട്ട് കൊടുക്കുക. പ്ലാന്റ് ഗ്രോത്ത് ആവുന്നതിനനുസരിച്ച് വളത്തിൻ്റെ അളവ് കൂട്ടാം. പക്ഷേ പ്ലാന്റിൻ്റെ ചോട് ചേർത്ത് ആരും ഇതിൻ്റെ വളങ്ങൾ ചെയ്ത് കൊടുക്കാതിരിക്കുക. ഡെയിലി നനവ് വേണ്ട ഒരു ചെടിയാണിത്. അപ്പോൾ നമ്മൾ മഴക്കാലത്താണെങ്കിൽ നോക്കിയിട്ട് നനയ്ക്കുക, വേനൽക്കാലത്താണെങ്കിൽ എല്ലാ ദിവസവും നനവ് വേണം. ചില ദിവസങ്ങളിൽ 2 നേരവും നനച്ചു കൊടുക്കേണ്ടി വരും. പിന്നെ ഈ പ്ലാന്റ് വെയിലത്ത് വെക്കാൻ പറ്റുന്ന പ്ലാന്റാണ്. നമുക്കിവിടെ നല്ല കാലാവസ്ഥയാണെങ്കിൽ നമ്മൾ നല്ല ഫുൾ സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെക്കാറുണ്ട്. അല്ലാത്ത സമയത്ത് മാറ്റി വെക്കാറുമുണ്ട് കേട്ടോ. പെട്ടെന്ന് വാട്ടം വരും നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ. എല്ലാവരുടെയും കാലാവസ്ഥ ഒരുപോലെ അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഈ പ്ലാന്റിനെ ചെറിയൊരു കെയറിങ് കൂടുതൽ കൊടുക്കുന്നത് നല്ലതാണ്. ഈ പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞ ഉടനെ ഷെയ്ഡിൽ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് സെമി ഷെയ്ഡിലേക്ക് മാറ്റുക. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്ലാന്റ്സ് വേണ്ടവർ വാട്സപ്പ് വഴി ഓർഡർ ചെയ്തോളൂ കേട്ടോ.